കഴിഞ്ഞ എപ്പിസോഡിൽ അർജുനന്റെ ഡിഫെൻസീവായിട്ടുള്ള പോരാട്ടം കണ്ടിട്ട് ശ്രീകൃഷ്ണൻ ഭീഷ്മരെ ആക്രമിക്കാൻ പോവുകയും അതിനുശേഷം അർജുനൻ ഐന്ദ്രം തൊടുക്കുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കാലാകാലമായി നമ്മൾ കേട്ടുവരുന്ന ഒന്നാണ് ഭീഷ്മരെ ശ്രീകൃഷ്ണൻ ആക്രമിക്കാൻ പോകുന്നത് രഥചക്രവും എടുത്തുകൊണ്ടാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതും രഥചക്രം എന്ന് തന്നെയാണല്ലോ. എൻ്റെ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ടുള്ള ബോറി ക്രിട്ടിക്കൽ എഡിഷൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ താഴെ ഒരു ഫുട് നോട്ട് എഴുതിയിട്ടുണ്ട്. രഥാംഗം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രത്തിനും അതുപോലെ തന്നെ രഥത്തിൻ്റെ ചക്രമെന്നും അർത്ഥമുണ്ട്. രണ്ടും കറക്റ്റാണ് എന്ന് കണ്ടു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ രഥചക്രം എന്ന് തന്നെ പറഞ്ഞത്. എന്നാൽ പിന്നീട് അവിടെ പല സ്ഥലങ്ങളിലും സുദർശനം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഈ രഥചക്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുദർശനം പോലെ വിളങ്ങിയെന്നായിരിക്കുമെന്ന്. എന്നാൽ അതിനുശേഷം നമ്മുടെ ചില വ്യൂവേഴ്സിൻ്റെ മെസ്സേജസൊക്കെ കണ്ടതിന് ശേഷം ആ ഭാഗം ഞാൻ ഒന്നുകൂടെ പരിശോധിച്ചു നോക്കി. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരിക്കും ഭീഷ്മരെ ആക്രമിക്കുവാനായി ശ്രീകൃഷ്ണൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിപ്പോയത് സുദർശന ചക്രവുമായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ രഥചക്രം എടുത്തുകൊണ്ട് പോയതിനെക്കാട്ടിയും മാസമായിട്ടുള്ളൊരു സീനായിരുന്നു സുദർശനവും എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ മഹാഭാരത യുദ്ധത്തിൻ്റെ 4-ാം ദിവസം എന്തെല്ലാം സംഭവിച്ചു എന്നറിയാനായിട്ട് കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡ് ഒന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ പരാജയം കൗരവർക്ക് നല്ല ദേഷ്യമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീഷ്മരും ഇന്ന് നല്ല ക്രോധത്തോടു കൂടിയാണ്. ഇന്ന് വ്യൂഹം ചമച്ച് പോരാട്ടത്തിന് തയ്യാറായി യുദ്ധഭൂമിയിൽ എത്തിയപ്പോൾ കോപിഷ്ഠനായ മഹാരഥി ഭീഷ്മർക്ക് ഇന്നൊരൊറ്റ ലക്ഷ്യമാണുള്ളത്: അർജുനനെ പ്രഹരിക്കുക. അതുകൊണ്ട് തന്നെ പടകൂട്ടി പടത്തലയ്ക്കൽ അദ്ദേഹം തൻ്റെ ശക്തമായ വില്ലുമെടുത്ത് രഥത്തിൽ എന്തിനും തയ്യാറായി നിൽക്കുന്നു. യുദ്ധകാഹളം മുഴങ്ങുന്നു. കൗരവപക്ഷം പാണ്ഡവസേനയെ ലക്ഷ്യമാക്കി ഇരച്ചു പോവുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മലയെ ഇടിച്ചു തകർക്കുന്ന കൊടുങ്കാറ്റ് പോലെ കൗരവ സൈന്യം പാണ്ഡവ സൈന്യത്തിനെ ലക്ഷ്യമാക്കി പോകുന്നു. അവർ പാണ്ഡവ സൈന്യത്തിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത് യുധിഷ്ഠിരൻ ആനകളെ കൊണ്ട്, അതും ആയിരക്കണക്കിന് ആനകളെ കൊണ്ട് യുധിഷ്ഠിരൻ ചമച്ച ഒരു വ്യൂഹമാണ്. അതുകൊണ്ട് ദ്രോണാചാര്യർ കുറച്ച് ഉറപ്പായിട്ടും ഇംപ്രസ്ഡ് ആയിട്ടുണ്ടാവും. തൻ്റെ ശിഷ്യൻ ചില്ലറക്കാരനല്ല എന്ന് അദ്ദേഹം അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ ആ സൈന്യത്തിൻ്റെയും പടത്തലക്കിൽ കപിധ്വജനായ ഗാന്ധീവധാരി അർജുനൻ എന്തിനും സജ്ജമായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധ്വജത്തിലുള്ളത് പണ്ട് ലങ്ക ചുട്ട് ചാമ്പലാക്കിയ ഹനുമാൻ തന്നെയാണ്. ഏകദേശം ആ ഭാവത്തിൽ തന്നെയാണ് അർജുനൻ ഇന്ന് നിൽക്കുന്നത്. മുഖത്തൊരു സംശയവുമില്ല, ഭയവുമില്ല. കോപിഷ്ഠനായി ഭീഷ്മർ ഉടനെ തന്നെ അർജുനനെ ലക്ഷ്യമാക്കി പോകുന്നു. അങ്ങനെ അർജുനനും ഭീഷ്മർക്കും ഇടയിലൊരു യുദ്ധമുണ്ടാവുകയാണ്. ഇവരുടെ പോരാട്ടം യുദ്ധഭൂമിയിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. കാരണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ശക്തമായ 2 തേജസ്സുകൾ അപ്പുറവും ഇപ്പുറവും നിന്ന് പോരാടുന്നത് പോലെ ഭീഷ്മരോട് കട്ടയ്ക്ക് പിടിച്ച് അർജുനനും, അർജുനനോട് കട്ടയ്ക്ക് പിടിച്ച് ഭീഷ്മരും. അപ്പോൾ ഈ ഒരു പോരാട്ടം എങ്ങനെയെന്ന് വെച്ചാൽ ഭീഷ്മർ എത്ര അസ്ത്രം അയക്കുന്നുവോ അത്രയും അസ്ത്രം തന്നെ അർജുനനും തിരിച്ചയക്കുന്നു. ഇവരയക്കുന്ന ഒരു അസ്ത്രങ്ങൾ പോലും പാഴാവുന്നില്ല. ഭീഷ്മരുടെ അസ്ത്രത്തിലേക്ക് അർജുനൻ്റെ അസ്ത്രം ഒന്ന് ഇടിച്ചു കയറുന്നു. അർജുനൻ്റെ അസ്ത്രം വായുവിൽ വെച്ച് തന്നെ ഭീഷ്മരുടെ അസ്ത്രങ്ങൾ മുറിച്ചു കളയുന്നു. അങ്ങനെ ഭീഷ്മരും അർജുനനും ഒട്ടും പുറക്കോട്ട് പോകുന്നില്ല. അപ്പോൾ ഭീഷ്മർ സർവ്വസൈന്യാധിപനാണല്ലോ. യുദ്ധത്തിൽ സർവ്വസൈന്യാധിപനെയും രാജാവിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏത് യോദ്ധാവിൻ്റെയും ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭീഷ്മർ ഒറ്റയ്ക്കല്ലായിരുന്നു. ഭീഷ്മരുടെ കൂടെ മഹാഗുരു ദ്രോണാചാര്യരുണ്ടായിരുന്നു, കൃപാചാര്യരുണ്ടായിരുന്നു, വിവിംശതിയുണ്ടായിരുന്നു, ശല്യരുണ്ടായിരുന്നു, അതുപോലെ തന്നെ സോമദത്തപുത്രനും ഉണ്ടായിരുന്നു. ഈ സോമദത്തപുത്രൻ എന്ന് പറയുന്നത് ഭൂരിശ്രവസിനെയാണ്. നിങ്ങൾ പലതവണ ഇപ്പോൾ ഇതിനോടകം വെച്ച് ഭൂരിശ്രവസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഭീഷ്മരുടെ വല്യച്ഛൻ്റെ പേരക്കുട്ടിയാണ് ഭൂരിശ്രവസ് എന്ന് പറയുന്നത്. അതായത് ഭീഷ്മരുടെ അച്ഛനാരാണ്? ശന്തനു മഹാരാജാവ്. ശന്തനു മഹാരാജാവിനൊരു ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബാഹ്ലീകദത്താണ്. ബാഹ്ലീകൻ്റെ മകനാണ് സോമദത്തൻ. സോമദത്തൻ്റെ മകനാണ് ഭൂരിശ്രവസ്. അപ്പോൾ ഇവിടെ സോമദത്ത പുത്രൻ എന്ന് പറയുന്നത് ഭൂരിശ്രവസിനെയാണ്. അപ്പോൾ ഭൂരിശ്രവസും കൂടെ ചേർന്ന് ഭീഷ്മരുടെ രഥത്തിനെ ഇങ്ങനെ വളഞ്ഞു നിന്നുകൊണ്ട് അർജുനനുമായിട്ട് പോരാടുന്നു. എന്നാൽ മറ്റുള്ള മഹാരഥന്മാരും അർജുനന് നേരെ അസ്ത്രങ്ങൾ അയച്ചപ്പോൾ എവിടെ നിന്നോ 2-3 അസ്ത്രങ്ങൾ വന്ന് ആ ആയുധങ്ങളെല്ലാം മുറിച്ചിട്ടു. പെട്ടെന്ന് ആ അസ്ത്രങ്ങൾ വന്ന ഭാഗത്ത് രഥങ്ങൾ തകരുന്ന ശബ്ദം കേൾക്കുന്നു. ആ രഥികൾക്കിടയിൽ കൂടെ ഒരു രഥം ഇടിച്ചു കയറി വരികയാണ്. ആരാണത്? അർജുനൻ്റെ പുത്രനായ അഭിമന്യു വരുന്നത്. അച്ഛനെ അത്ര പേര് നിന്നിങ്ങനെ എതിർക്കുന്നത് കണ്ടപ്പോൾ മകൻ ഉടനെ എത്തി. ഇനി അച്ഛനും മകനും കൂടെയുള്ളൊരു പ്രകടനമായിരുന്നു. അർജുനൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അഭിമന്യു ശരവർഷം എയ്യുന്നു അവർക്കെതിരെ. അർജുനന് തൻ്റെ മകൻ്റെ ഈ ഒരു പ്രകടനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അർജുനനും ഭീഷ്മരും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഈ സമയത്ത് അഭിമന്യുവിനെ 5 രഥങ്ങൾ വന്ന് വളയുകയാണ്. ഈ 5 രഥങ്ങളിൽ ഉണ്ടായിരുന്ന സാധാരണ യോദ്ധാക്കളല്ല. അതിലൊരാൾ അശ്വത്ഥാമാവായിരുന്നു, മറ്റൊരാൾ ഭൂരിശ്രവസായിരുന്നു, മറ്റൊരാൾ ശല്യരായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് സാമ്യമണീപുത്രനായിരുന്നു. ഈ സാമ്യമണീപുത്രൻ എന്നിവിടെ പറയുന്ന ആൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തെ സാമ്യമണീപുത്രൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സാമ്യമണി ആരാണ്? അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാമ്യമണി എന്ന് പറയുന്നത് ഭീഷ്മരുടെ വല്യച്ഛൻ്റെ മകനുണ്ടല്ലോ സോമദത്തൻ, സോമദത്തൻ്റെ മറ്റൊരു പുത്രനായിട്ടുള്ള ശലനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ശലൻ്റെ മകനെയാണ് സാമ്യമണീപുത്രൻ എന്ന് വിളിക്കുന്നത്. കാരണം
ശലൻ്റെ മറ്റൊരു പേരാണല്ലോ സാമ്യമണി. അപ്പോൾ സാമ്യമണി പുത്രൻ എന്ന് പറയുന്നത് ശലൻ്റെ പുത്രൻ എന്ന് നമുക്കെടുക്കാം. അങ്ങനെ സാമ്യമണി പുത്രനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അഭിമന്യുവിന് നേരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ അഭിമന്യു ആ അസ്ത്രങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. പിന്നെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾ അഭിമന്യുവിൻ്റെ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. ഭയം ആ കണ്ണിലില്ലായിരുന്നു. ധൈര്യം, മെയ്വഴക്കം, ഊർജം, സർവോപരി കയ്യില വില്ലിട്ട് ഉലയ്ക്കുന്ന ആ കൈവഴക്കം. ഒരൊറ്റ ഉന്നം തെറ്റുന്നില്ല അഭിമന്യുവിന്. അഭിമന്യു വയ്ക്കുന്ന അസ്ത്രങ്ങൾ കറക്റ്റ് ലക്ഷ്യം ഭേദിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിന്ന ആളുകൾ അഭിമന്യുവിനെ പുകഴ്ത്തുന്നു. അഭിമന്യു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അഭിമന്യുവിൻ്റെ മുന്നിൽ 5 ലക്ഷ്യങ്ങൾ മാത്രം. 5 കൊമ്പനാനകൾ വളഞ്ഞിരിക്കുന്ന സിംഹക്കുട്ടിയെ പോലെ അഭിമന്യു അവിടെ നിന്ന സമയത്ത് അഭിമന്യുവിൻ്റെ പ്രകടനം അത്രത്തോളം ഗംഭീരമായിരുന്നു. തൻ്റെ മകൻ്റെ ഈ ഒരു ഹീറോയിസം കണ്ടിട്ട് അർജുനൻ സന്തോഷത്തിൽ സിംഹം ഗർജിക്കുന്നത് പോലെ അവിടെ നിന്ന് ഗർജിച്ചു. തൻ്റെ അച്ഛൻ്റെ ഈ ഗർജനം അഭിമന്യുവിന് കൂടുതൽ ഊർജ്ജമുണ്ടാക്കി. എന്നാൽ ആ അച്ഛനും മകനും കൂടെ അവിടെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അഭിമന്യു ഈ സമയത്ത് ശല്യർക്കും അതുപോലെ തന്നെ ദ്രൗണി അശ്വത്ഥാമാവിനും നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു. അതുപോലെ സാമ്യമണി പുത്രൻ്റെ കൊടിയുണ്ടല്ലോ, എത്രയോ അസ്ത്രങ്ങൾ അയച്ച ആ കൊടി അങ്ങ് മുറിച്ചു കളഞ്ഞു, പല കഷ്ണമാക്കി. ഇത് കണ്ടപ്പോഴത്തേക്കും ഭൂരിശ്രവസ് ഒരു പൊന്നു കെട്ടിയ വേലെടുത്തിട്ട് അഭിമന്യുവിന് നേരെ എറിഞ്ഞു. അഭിമന്യു പല അസ്ത്രങ്ങൾ അയച്ച് ആ വേലിനെ പല കഷ്ണങ്ങളായി മുറിച്ചു കളഞ്ഞു. അങ്ങനെ അർജുനൻ്റെയും അഭിമന്യുവിൻ്റെയും ഈ ഒരു പ്രകടനം കണ്ടിട്ട് ദുര്യോധനൻ ത്രിഗർധരും കേകയരും മാദ്രകരും അടങ്ങുന്ന 25,000 പേരെ അവർക്ക് നേരെ അയച്ചു. ആ 25,000 പേര് വന്നിട്ട് ഇങ്ങനെ ഇവരെ വളഞ്ഞു. ആരെ? അർജുനനെയും അഭിമന്യുവിനെയും. ഇത് ദൃഷ്ടദ്യുമ്നൻ കണ്ടു. ദൃഷ്ടദ്യുമ്നൻ കണ്ടപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് പാണ്ഡവപക്ഷത്തിൻ്റെ സർവ്വസൈന്യാധിപനായി എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹം തൻ്റെ സൈന്യവുമായിട്ട് വന്നിട്ട് മാദ്രകരെയും കേകയരെയും അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. അർജുനന് നേരെ കൃപാചാര്യ ദിഗ്നെ എരച്ചുകൊണ്ട് വരുന്നത് ദൃഷ്ടദ്യുമ്നൻ ശ്രദ്ധിച്ചു. ഇദ്ദേഹം മാദ്രകരെയും കേകയന്മാരെയും മുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വില്ല് ചുഴറ്റി ആ ദിശയിലേക്ക് തിരിച്ച് ഒരസ്ത്രം, ഒന്നല്ല 3 അസ്ത്രം കൃപാചാര്യരുടെ തോളത്തേക്ക് ഇതങ്ങ് കയറ്റി. അവിടെ ആ സമയത്ത് അർജുനൻ ദൃഷ്ടദ്യുമ്നനെ നോക്കുന്നു, ദൃഷ്ടദ്യുമ്നൻ അർജുനനെ നോക്കുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്നോളജി ചെയ്യുന്നു. എന്നിട്ട് ദൃഷ്ടദ്യുമ്നൻ ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ദൃഷ്ടദ്യുമ്നൻ കൃതവർമാവിൻ്റെ കുതിരകളെയും വധിച്ചു കളഞ്ഞു. എന്നിട്ട് മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ഈ സമയത്ത് കൗരവപക്ഷത്തിലെ ഓരോ പടയാളികൾക്കും മനസ്സിലായി എന്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവപക്ഷത്തിൻ്റെ സർവ്വസൈന്യാധിപനായെന്ന്. കാരണം ഈ കാര്യങ്ങളെല്ലാം ദൃഷ്ടദ്യുമ്നൻ ചെയ്തത് പെട്ടെന്ന് സാമ്യമണി പുത്രൻ ദൃഷ്ടദ്യുമ്നന് നേരെ അസ്ത്രങ്ങൾ അയക്കുകയാണ്. ഈ അസ്ത്രങ്ങൾ ദൃഷ്ടദ്യുമ്നനെ മുറിവേൽപ്പിച്ചു. അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥിയെയും മുറിവേൽപ്പിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ദൃഷ്ടദ്യുമ്നൻ ഭയക്കുകയോ വേദന കൊണ്ട് പുളയുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. ദൃഷ്ടദ്യുമ്നൻ്റെ മുഖത്ത് ആ സമയത്ത് പോർവെറി മാത്രമാണ് ഉണ്ടായിരുന്നത്, പോർവീര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ദൃഷ്ടദ്യുമ്നൻ വളരെ പൈശാചികമായി സാമ്യമണി പുത്രനെ നോക്കി. എന്നിട്ട് സാമ്യമണി പുത്രൻ്റെ കയ്യിലിരുന്ന വില്ലിനെ ദൃഷ്ടദ്യുമ്നൻ ഒരു അസ്ത്രമെടുത്ത് ചെവിയോളം വലിച്ചു പിടിച്ച് അതിനെ മുറിച്ചു കളഞ്ഞു. സാമ്യമണി പുത്രൻ നോക്കി നിൽക്കവേ തൻ്റെ വില്ലിങ്ങനെ മുറിഞ്ഞ് 2 കഷ്ണമാകുന്നു. പെട്ടെന്ന് തന്നെ 4 അസ്ത്രങ്ങൾ വന്ന് സാമ്യമണി പുത്രൻ്റെ കുതിരകളെയും വധിച്ചു കളഞ്ഞു. ദൃഷ്ടദ്യുമ്നനായിരുന്നു, അതായത് വില്ല് മുറിച്ചതും കുതിരകളെ വധിച്ചതും ഒരേ സമയം എന്ന് പറയുന്നത് പോലെ. അത്രത്തോളം കൈവേഗം. ദേഷ്യം വന്ന സാമ്യമണി പുത്രൻ ഇപ്പോൾ രഥത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുതിരകൾ വധിക്കപ്പെട്ടല്ലോ, രഥം അനങ്ങുന്നില്ല. ഒരു ഭയവും അദ്ദേഹത്തിൻ്റെ മുഖത്തില്ലായിരുന്നു. പെട്ടെന്ന് ആ രാജകുമാരൻ ഒരു വലിയ ഉടവാളെടുത്തു. എന്നിട്ട് ഒരു പരിചയമെടുത്തിട്ട് യുദ്ധഭൂമിയിലേക്ക് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ദൃഷ്ടദ്യുമ്നനെ ലക്ഷ്യമാക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നന് ഈ കാഴ്ച ഒട്ടും സഹിച്ചില്ല. എനിക്ക് നേരെ വാളെടുത്തുകൊണ്ട് വരാറായോ ഇവൻ എന്നും പറഞ്ഞ് ദൃഷ്ടദ്യുമ്നൻ നോക്കിയപ്പോഴത്തേക്കും ഇയാളിങ്ങ് അടുത്തെത്തായി. അതായത് അസ്ത്രം എയ്യാൻ പറ്റുന്ന ആ റേഞ്ചിനകത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഒട്ടും ഭയക്കാതെ ദൃഷ്ടദ്യുമ്നൻ ഈ വില്ലവിടെ വെച്ചിട്ട് ഒരു ഗദ കയ്യിലെടുത്തിട്ട് വളരെ ശക്തിയായിട്ട് ഒട്ടും ലക്ഷ്യം മാറാതെ സാമ്യമണി പുത്രൻ്റെ ശിരസിൽ പ്രഹരിച്ചു. ഉടനെ എല്ലാവരും നോക്കി നിൽക്കവേ ഭയാനകമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു. എല്ലാവരും ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കുമ്പോഴത്തേക്കും സാമ്യമണി പുത്രൻ ഇങ്ങനെ കുഴഞ്ഞു വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളും ഈ ഒരു പരിചയമില്ല നിലത്ത് കാണും. അങ്ങനെ അവിടെ കൗരവപക്ഷത്തിലുണ്ടായിരുന്ന ഒരു ഭാഗം സൈനികർ വിലപിച്ചു. വീരനായിട്ടുള്ള ഈ മഹായോദ്ധാവ് സാമ്യമണി പുത്രൻ വീഴുന്നത് കണ്ടിട്ട് ഇവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം വിഷമമായിരുന്നു. എന്നാൽ ആ വിലാപങ്ങൾക്കിടയിൽ ഒരു വിലാപം ഉറക്കെ കേട്ടു. സാമ്യമണി പുത്രൻ്റെ പിതാവായിട്ടുള്ള സാമ്യമണി ഉടനെ തന്നെ തൻ്റെ വില്ലെടുത്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നനെ ആക്രമിക്കാൻ ഇറങ്ങി. ഈ സമയത്ത് ശല്യരും അവിടെ എത്തി ദൃഷ്ടദ്യുമ്നനെ ആക്രമിച്ചു. ഈ അസ്ത്രങ്ങൾ കറക്റ്റ് ദൃഷ്ടദ്യുമ്നൻ്റെ ദേഹത്ത് കൊണ്ടു. എന്നാൽ അദ്ദേഹം അപ്പോഴും ഭയന്നില്ല.
എന്നാൽ അധികം വൈകാതെ ഈ പോരാട്ടം ശല്യർക്കും ദൃഷ്ടദ്യുമ്നനും ഇടയിലായി. അതൊരു ഭയാനകമായ പോരാട്ടമായിരുന്നു. എല്ലാവരും ചുറ്റിനു നിന്ന് അത് കണ്ടുകൊണ്ട് നിന്നു. കാരണം അതുപോലത്തെ ഒരു പോരാട്ടം, അസ്ത്രങ്ങൾ കൊണ്ട് ചോദ്യോത്തരം നടത്തുന്നത് പോലെ രണ്ടുപേരും കൈവേഗത്തിൽ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് ഈ വില്ല് വലിച്ച് അസ്ത്രം വിടുന്നു, അടുത്ത സെക്കൻഡ് ഇവരുടെ കൈ പോയി അടുത്ത അസ്ത്രം എടുക്കുകയാണ്. അങ്ങനെ ഓരോ അസ്ത്രങ്ങളും കൂട്ടിമുട്ടുന്ന ആ ഒരു മെറ്റൽ ഉരയുന്ന ശബ്ദവും തടി മുറിയുന്ന ശബ്ദവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ അസ്ത്രങ്ങൾ വന്ന് രഥത്തിൽ കൊള്ളുന്ന ശബ്ദം. ഇവർ രണ്ടുപേരും നിർത്തുന്നില്ല. എന്നാൽ പെട്ടെന്ന് ശല്യർ കടന്നു കയറി ഒരു ശരവർഷം നടത്തി. ഈ ശരവർഷത്തിൽ ദൃഷ്ടദ്യുമ്നൻ്റെ വില്ലൊടിഞ്ഞുപോയി. അതുപോലെ തന്നെ ഈ ശരവർഷം ദൃഷ്ടദ്യുമ്നനെയും അതുപോലെ സാരഥിയെയും നല്ലതുപോലെ പ്രഹരിച്ചു. എന്നാൽ ഈ പ്രഹരത്തിൽ ദൃഷ്ടദ്യുമ്നൻ പീഡിതനാകുന്നത് കണ്ടിട്ട് അഭിമന്യുവിന് സഹിച്ചില്ല. അഭിമന്യു പെട്ടെന്ന് തൻ്റെ രഥത്തിൽ പാഞ്ഞു വന്ന് ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ സ്കിഡ് ചെയ്ത് കയറി നിന്നു. എന്നിട്ട് അസ്ത്രങ്ങൾ കൊണ്ട് അഭിമന്യു അങ്ങോട്ട് ശല്യരെ അഭിഷേകം ചെയ്തു. ശല്യരും അതേ തിരിച്ചഭിഷേകം. കുറച്ചു നേരം മുമ്പ് അഭിമന്യുവിൻ്റെ ഒരു ഗംഭീര പ്രകടനം ഇവരെല്ലാവരും കണ്ടതേയുള്ളൂ അല്ലേ? ആരൊക്കെ? അശ്വത്ഥാമാവ് ഇവരൊക്കെ കണ്ടു. ആ പ്രകടനം കണ്ടിട്ട് ശരിക്കും കൗരവപക്ഷത്തിലുള്ള ആളുകൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അതുപോലത്തെ ഒരു ഗംഭീര പ്രകടനം കാണിച്ച അഭിമന്യു ശല്യരുടെ മുന്നിൽ വന്നപ്പോഴത്തേക്കും ദുര്യോധനൻ റിസ്ക് എടുത്തില്ല. കാരണം ശല്യർ സാധാരണക്കാരനല്ല, നല്ല ശക്തനാണ്, മഹാബലനാണ്, നല്ല ബാഹുബലമുള്ള ആളാണ്, നല്ല ഒന്നാന്തരം വില്ലാളിയാണ്, സർവോപരി മാദ്രദേശത്തെ രാജാവുമാണ്. അതുകൊണ്ട് ആ രാജാവിനെ സംരക്ഷിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദുര്യോധനൻ തൻ്റെ സഹോദരന്മാരുമായിട്ട് അവിടെ എത്തി. അന്ന് ദുര്യോധനൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വികർണൻ, വിവിംശതി, ദുർമർഷണൻ, ദുർമുഖൻ, ദുശാസനൻ, ദുസ്സഹൻ, ചിത്രസേനൻ, പുരുമിത്രൻ, സത്യവ്രതൻ എന്നിവരായിരുന്നു. അങ്ങനെ മൊത്തം 10 പേരുണ്ടായിരുന്നു. ശല്യരുടെ അടുത്തായിട്ട് ഈ 10 രഥങ്ങൾ ഇങ്ങനെ വന്ന് നിന്നു. അങ്ങനെ ഈ 10 രഥങ്ങളും ശല്യരും ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് അഭിമന്യു ഒരാൾ നിൽക്കുന്നു. അഭിമന്യുവിൻ്റെ മുഖത്ത് ഭയം എന്നൊരു സംഭവമില്ല. അങ്ങനെ ഈ കൗരവന്മാരും ശല്യരുമെല്ലാം അഭിമന്യുവിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അഭിമന്യു ഇവർക്ക് നേരെ തുരുതുര അസ്ത്രങ്ങൾ എയ്തിട്ട് അടുത്ത അസ്ത്രമെടുത്ത് വില്ലിൽ ഇങ്ങനെ വെച്ച് തൊടുത്തുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എയ്യാനായിട്ട്. എന്നാൽ പെട്ടെന്ന് കൗരവപക്ഷത്തിലുണ്ടായിരുന്ന ആ 10 രഥങ്ങളിൽ നിൽക്കുന്ന രഥികളും ആകാശത്തിലേക്ക് നോക്കി അവരുടെ ആയുധമെടുക്കുകയാണ്. കാരണം അവർക്ക് നേരെ ഒരുപാട് ആയുധങ്ങൾ ഇങ്ങനെ പറന്നു വരികയാണ്. അതിൽ വാളുണ്ടായിരുന്നു, കോടാലി ഉണ്ടായിരുന്നു, അസ്ത്രങ്ങളുണ്ടായിരുന്നു, കുന്തമുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേലുണ്ടായിരുന്നു, പിന്നെ ഒരു ഗദയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ അസ്ത്രങ്ങൾ എയ്ത് ആ വന്ന ആയുധങ്ങളെല്ലാം പ്രതിരോധിച്ചു. അഭിമന്യുവിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി വന്നു. പെട്ടെന്ന് അഭിമന്യുവിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് 5 രഥങ്ങൾ വന്ന് നിൽക്കുകയായിരുന്നു. ആ 5 രഥങ്ങളിൽ ഉണ്ടായിരുന്നത് പ്രതിവിന്ധ്യൻ, സൂതസോമൻ, ശ്രുതകർമ്മൻ, ശതനികൻ, ശ്രുതസേനൻ എന്ന ദ്രൗപദീപുത്രന്മാർ അഥവാ ഉപപാണ്ഡവന്മാരായിരുന്നു. അഭിമന്യുവിൻ്റെ അനിയന്മാർ വന്ന് അഭിമന്യുവിൻ്റെ അടുത്ത് നിന്നു. അഭിമന്യു അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഉടനെ അഭിമന്യുവിൻ്റെ ഇപ്പുറത്തായിട്ട് അഭിമന്യുവിൻ്റെ 2 ഇളയച്ചന്മാർ വന്ന് നിന്നു. അതുപോലെ തന്നെ അഭിമന്യുവിന് ദ്രൗപദി വഴി വന്ന അമ്മാവനായ ദൃഷ്ടദ്യുമ്നനും വന്ന് നിന്നു. ആരൊക്കെ? നകുല സഹദേവന്മാരും ദൃഷ്ടദ്യുമ്നനും. എന്നാൽ മറ്റൊരു രഥം അഭിമന്യുവിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് അഭിമന്യുവിൻ്റെ മുഖത്ത് പോർവീര്യം നിറഞ്ഞ ഒരു ചിരി വന്നത്. ആ ഒരു രഥത്തിൽ പാറി പറന്നുകൊണ്ടിരിക്കുന്നത് ഗർജിക്കുന്ന സിംഹത്തിൻ്റെ ധ്വജമായിരുന്നു. സാക്ഷാൽ ഭീമസേനനായിരുന്നു അവിടെ വന്നത്. ഭീമസേനൻ ദേഷ്യത്തോടുകൂടി ക്രോധത്തോടുകൂടി ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഉടനെ കൗരവപക്ഷത്തിലുള്ള ആളുകൾ അവരുടെ ആയുധം ഉയർത്താൻ ഒരുങ്ങിയപ്പോൾ ഭീമസേനൻ്റെ മുഖത്തെ നോട്ടത്തിനുള്ള അർത്ഥം അവർക്ക് മനസ്സിലായി. എന്താണ്? നോക്കി നിൽക്കാതെ കയറി അടിയുടെ പിള്ളേരെന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. താമസിച്ചില്ല, പെട്ടെന്ന് തുടങ്ങി ഈ 10 രഥങ്ങൾ തമ്മിൽ, അതായത് അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്ന 10 രഥങ്ങൾക്കിടയിൽ ഒരു യുദ്ധത്തിനുള്ളിൽ ഒരു യുദ്ധം നടക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കവേ ഈ 10 രഥങ്ങൾക്കിടയിൽ ഒരു പോരാട്ടം. അതിൽ അഭിമന്യു ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ആസ് ഓൾവേസ് ഭയങ്കരമായിട്ട് അസ്ത്രങ്ങൾ ചെയ്തു അഭിമന്യു. പക്ഷേ ഈ വന്ന അത്ര പേരും ആദ്യം ആക്രമിച്ചത് ദൃഷ്ടദ്യുമ്നനെയായിരുന്നു. ദുര്യോധനൻ 4 അസ്ത്രങ്ങൾ അയച്ചു, ദുർമർഷണൻ 20 അസ്ത്രങ്ങൾ അയച്ചു, അതുപോലെ ചിത്രസേനൻ 4 5 അസ്ത്രങ്ങൾ അയച്ചു, ദുർമുഖൻ 9, ദുസ്സഹൻ 7. അങ്ങനെ അവർ ഒരുപാട് അസ്ത്രങ്ങൾ ദൃഷ്ടദ്യുമ്നന് നേരെ അയച്ചു. ദൃഷ്ടദ്യുമ്നൻ അവിടെ പതറിയില്ല. ദൃഷ്ടദ്യുമ്നൻ ആരാണെന്ന് ആ വന്ന 10 പേർക്കും കാണിച്ചു കൊടുത്തു. 10 പേരിൽ ഓരോ ആൾക്ക് വീതം ദൃഷ്ടദ്യുമ്നൻ അതിവേഗത്തിൽ 25 അസ്ത്രങ്ങൾ വീതം വിട്ടു. ദൃഷ്ടദ്യുമ്നന് പോർവെറി കൂടും. കാരണം അയാൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വികർണൻ ഒഴികെ ബാക്കി 9 പേരും തൻ്റെ സഹോദരിയെ അപമാനിച്ചവരാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു ദേഷ്യം ദൃഷ്ടദ്യുമ്നനുണ്ട്. ഇതിനിടയിൽ അഭിമന്യു മറ്റ് 2 പേരെ 10 അസ്ത്രങ്ങൾ വീതം എയ്തങ്ങ് കയറ്റി. ഈ സമയത്ത് നകുല സഹദേവന്മാർ ശല്യരുമായിട്ട് പോരാടി. ശല്യർക്ക് നേരെ ഇവർ അസ്ത്രങ്ങൾ കൊണ്ട് ശല്യരെ അഭിഷേകം ചെയ്യുകയായിരുന്നു. ശല്യരെടുത്ത് അമ്മാവനാണെന്നൊരു മര്യാദ പോലും നോക്കാതെ നകുല സഹദേവന്മാർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരാൾ മാത്രം നിന്നെടുത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. ഭീമൻ്റെ രഥം.
ഭീമൻ ഇങ്ങനെ തൻ്റെ രഥത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ പോരാട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ മുഖത്ത് ക്രോധമുണ്ടായിരുന്നു. ഭീമൻ കൗരവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു നോട്ടത്തിന് ഒരൊറ്റ അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവന്മാരെന്തുവായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ ഭീമൻ മനസ്സിൽ ചിന്തിച്ചു, ശരി, ഞാൻ തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നും പറഞ്ഞ് ഭീമൻ്റെ രഥത്തിൽ നിന്നൊരു ഗർജനം കേട്ടു. കൗരവരും പാണ്ഡവരും ഒരുമിച്ച് ഭീമൻ്റെ രഥത്തിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് 5 അടിയെക്കാട്ടിയും ഉയരമുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ 8 ചുറ്റ് പൊന്നു കെട്ടിയ ഭീമാകാരമായിട്ടുള്ള ഗദ ഭീമൻ രഥത്തിൽ നിന്നുകൊണ്ട് ചുഴറ്റി അലറിക്കൊണ്ട് തൻ്റെ മുതുകത്തേക്കെടുത്ത് ഇങ്ങനെ വെക്കുന്നതാണ്. ആ ഒരു ഗദയുടെ മുകൾ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും കൈലാസ ശിഖരത്തിൻ്റെ മുകൾ ഭാഗം കണക്കിരിക്കുന്നു. ഒരു മല ഒരു വലിയ സ്തംഭത്തിൽ വെച്ച് കെട്ടിയതുപോലത്തെ ഒരു ഗദ, ഭീമൻ്റെ പ്രശസ്തമായ ഗദ. ഭീമൻ ഈ ഗദയും കൊണ്ട് രഥത്തിൽ നിന്നൊരു കാലെടുത്ത് താഴോട്ട് വെക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ദുര്യോധനൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരുണ്ടല്ലോ, ഇവരെല്ലാവരും, അണ്ണാ നിങ്ങൾ ഭീമൻ ചേട്ടനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ പോയി ദ്രോണാചാര്യരെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് 9 അവിടെ നിന്ന് സ്കൂട്ടായി ഓടി. അവിടെ നിന്ന് പേടിച്ചിട്ടോടി, കൺവിൻസ് ചെയ്തിട്ടോടി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഉടനെ പക്ഷെ ദുര്യോധനനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഭയന്നില്ല. നമുക്ക് ഈ പല സ്ഥലങ്ങളിലും ദുര്യോധനൻ ഒരു ഒരു രാജാവായി തന്നെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ധൈര്യം കാണാൻ കഴിയുന്നുണ്ട്. ദുര്യോധനൻ ഉടനെ എന്ത് ചെയ്തു? ദുര്യോധനൻ ഉടനെ തന്നെ മഗധ ദേശത്തിലെ സൈന്യത്തിനെയും അതുപോലെ ആയിരക്കണക്കിന് ആനകൾ വരുന്നൊരു ഗജസൈന്യത്തിനെയും അണിനിരത്തി ആ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭീമന് നേരെ ഇരച്ചു ചെന്നു. ഭീമൻ ആ സൈന്യത്തിൻ്റെ വരവ് കണ്ടപ്പോഴത്തേക്കും ഭീമൻ്റെ മുഖത്ത് ഒരു ചിരിയായിരുന്നു, പൈശാചികമായ പോർവെറിയുള്ള ഒരു ചിരി. സംരക്ഷിക്കുവാൻ വേണ്ടി ആയുധമെടുക്കുന്നവനാണ് ഭീമൻ. അങ്ങനെ ഭീമൻ തൻ്റെ രഥത്തിൽ നിന്ന് 8 ചുറ്റ് പൊന്നു കെട്ടിയ ആ ഭീമാകാരൻ ഗദയുമായിട്ട് രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എടുത്തലറി വിളിച്ചുകൊണ്ട് ചാടി ഭൂമിയിൽ ഒരൊറ്റ അടി. ആ ഗദ കൊണ്ട് പ്രഹരിക്കുന്ന ആ ഒരു ഷോക്ക് വേവ് ആ സൈന്യത്തിൻ്റെ ഇടയിലോട്ട് ഇരച്ചങ്ങ് കയറി. എന്നിട്ട് ഭീമൻ ഗദ ചുഴറ്റി 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 ആ ആനപ്പടയുടെ നടുക്കോട്ട് ഇടിച്ചു കയറുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കൗരവപക്ഷത്തിലെ ഗജവീരന്മാർക്കിടയിലേക്ക് തൻ്റെ ഗദയും ചുഴറ്റി ഇരച്ചു കയറുന്ന ഭീമനെയാണ്. ഭീമൻ്റെ മുതുകു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഗദ ചുഴറ്റി ഒരു ഗജവീരനെ പ്രഹരിക്കുന്നു. ഒറ്റ പ്രഹരത്തിൽ ആ ഗജവീരൻ വീഴുന്നു. ഉടനെ ഭീമൻ അവിടെ നിന്ന് മറ്റുള്ള ഗജവീരന്മാർക്കിടയിലേക്ക് ചാടി വീണ് ഭൂമിയിലേക്ക് പ്രഹരിക്കുന്നു. ആ പ്രഹരത്തിൻ്റെ ആഘാതത്തിൽ ഗജവീരന്മാർ വീഴുന്നു. അങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഭീമൻ ഓരോ ഗജവീരന്മാരെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഗദ ചുഴറ്റി ആനക്കൂട്ടത്തിനിടയിലേക്ക് ഭീമൻ കയറിയത് ഒരു കൊടുങ്കാറ്റൊരു കാട്ടിലേക്ക് കയറി. ആ കൊടുങ്കാറ്റ് ആ കാട്ടിലെ ഓരോ മരങ്ങളെയും എയ്ത് തെറിപ്പിക്കുന്നത് പോലെയായിരുന്നു. ഇവിടെ കൊടുങ്കാറ്റ് ഭീമൻ്റെ കൈയാണ്, ആ കാറ്റിൻ്റെ വേഗത ഭീമൻ്റെ ഗദയാണ്, തെറിച്ചു പോകുന്ന മരങ്ങൾ ആനകളുമാണ്. ഈ സമയത്ത് ആ ഗജസൈന്യത്തിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ ഗജങ്ങൾക്ക് മുകളിലിരുന്നു കൊണ്ട് ആളുകൾ ആക്രമിക്കുമല്ലോ, ഇവരെല്ലാവരും ഭീമനെ ഉന്നം വെച്ച് അവരുടെ ആയുധങ്ങൾ പിടിക്കുന്നു. പെട്ടെന്ന് നകുല സഹദേവന്മാരും ദൃഷ്ടദ്യുമ്നനും അഭിമന്യുവിനെ നോക്കി തലയൊന്നാട്ടി. അഭിമന്യു പെട്ടെന്ന് തൻ്റെ അനുജന്മാരായ ഉപപാണ്ഡവരെ നോക്കി തലയാട്ടി. ഇവർ 9 പേരുടെ രഥം ഭീമസേനൻ്റെ പിന്നാലെ പോയി. എന്നിട്ട് ഭീമസേനനെ ഉന്നം വെച്ച അത്ര വീരന്മാരെയും ഇവർ ഏത് നിലത്ത് വീഴ്ത്തി. ഭീമസേനനെ ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ മക്കളെയും അതുപോലെ തന്നെ തൻ്റെ സഹോദരന്മാരെയും തൻ്റെ അളിയനെയുമാണ് കണ്ടത്. ഭീമസേനൻ ഒരു സന്തോഷത്തിലും പോർവീര്യത്തിലും അഭിമാനം കൊണ്ടിട്ട് അവരെ ഒന്ന് അക്നോളജ് ചെയ്തതിന് ശേഷം വീണ്ടും യുദ്ധഭൂമിയിലേക്ക് ഇരച്ചു കയറുകയാണ്. കാരണം ഇപ്പോൾ കോൺഫിഡൻസ് കൂടുതലുണ്ട്. മുൻഭാഗവും സൈഡും മാത്രം നോക്കിയാൽ മതി, ബാക്ക് ഭാഗം തൻ്റെ ബന്ധുക്കൾ നോക്കിക്കൊള്ളും. അങ്ങനെ ഒരു മതയാന കരിമ്പും കാട്ടി കയറിയതുപോലെ ഭീമസേനൻ്റെ പ്രകടനത്തിൽ ഈ ഗജവീരന്മാരും അതുപോലെ തന്നെ ഈ സൈന്യവുമെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദുര്യോധനൻ കേൾക്കുന്നുണ്ടായിരുന്നു. ദുര്യോധനൻ മനസ്സിലാക്കുകയാണ് എന്ത്, ഒറ്റയാൻ കാട് കയറി എന്നുള്ള കാര്യം. ഉടനെ തന്നെ ദുര്യോധനൻ തൻ്റെ സൈന്യത്തിനെ എല്ലാത്തിനെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞ്, ഇന്ന് ഭീമനെ വെറുതെ വിടരുത്, ഭീമനെ പോയി തീർക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സൈന്യം എന്ന് പറയുമ്പോൾ കാലാൽ പടയാളികൾ മാത്രമല്ല, കുതിരപ്പടയാളികളുണ്ട്, രഥികളുണ്ട്, ആനപ്പടയാളികളുണ്ട്, കാലാൾ പടയാളികളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഇരച്ച് അവിടെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച, ആകാശത്തിൽ ദുർനിമിത്തങ്ങൾ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. മേഘം മൂടി ഇടിമിന്നലുണ്ട്, പക്ഷെ അന്തരീക്ഷം സൂര്യൻ്റെ വെളിച്ചത്തിൽ ഒരുമാതിരി ചുവപ്പ് അന്തരീക്ഷമാണ്. ആ ഒരു ആംബിയൻസിൽ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മലകൾ ഭൂമിയിൽ കിടക്കുന്നതാണ്. എന്നാൽ ഒന്നുകൂടെ അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ കിടക്കുന്നത് മലകളല്ല, നിശ്ചലമായി കിടക്കുന്ന ഗജവീരന്മാരാണെന്നും ആ ഗജവീരന്മാർ കൗരവപക്ഷത്തിലുള്ള ഗജവീരന്മാരാണെന്നും മനസ്സിലാക്കി. ഇവർ ഒരു ഭയത്തോടെ എന്തിനും തയ്യാറെന്നുള്ള രീതിക്ക് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു രൂപത്തെ കാണുന്നുണ്ട്. ഈ ഗജവീരന്മാരുടെയൊക്കെ നടുക്കായിട്ട് ആ രൂപമെന്ന് പറയുമ്പോൾ ഭയങ്കര പൊക്കമുള്ളൊരു രൂപം.
ആ രൂപത്തിൻ്റെ കയ്യിൽ അഞ്ചടിയെക്കാട്ടിയും ഉയരമുള്ള ഒരു ഭയാനകമായിട്ടുള്ള ഗദ. ആ ഗദ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുമാതിരി സ്തംഭം മലയിൽ വെച്ച് കെട്ടിയതുപോലത്തെ ഒരു ഗദ. അപ്പോൾ ഇവർക്കിത് കാണാൻ പറ്റും, വ്യക്തമായി കാണാൻ പറ്റാത്തത് കൊണ്ട് ഇവർ കുറച്ച് അടുത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ആകാശത്തിൽ ഒരു ഇടി വെട്ടി. ആ ഇടി വെട്ടിയ ശബ്ദത്തിൽ ഒരു മിന്നായം പോലെ ആ രൂപത്തിൻ്റെ സ്ഥാനത്ത് ശിരസിൽ ചന്ദ്രക്കല ധരിച്ച് ദേഹമാസകലം ഭസ്മം പൂശി കയ്യിൽ ഭീമാകാരമായ ഒരു ത്രിശൂലവും പിടിച്ചു നിൽക്കുന്ന സംഹാരമൂർത്തിയായ ശിവനാണോ എന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് ആ ഇടിമിന്നൽ മാറിയപ്പോൾ ആ പഴയ രൂപത്തിലായി. ഇവരടുത്തോട്ട് പോയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ആ നിൽക്കുന്നത് ഭീമസേനനാണെന്നും ആ കിടക്കുന്ന ആനകൾ മുഴുവനും ഭീമസേനൻ മർദ്ദിച്ചു വീഴ്ത്തിയ ആനകളാണെന്ന്. പെട്ടെന്ന് ഭീമസേനൻ തൻ്റെ ഭീമാകാരമായ ഗദയെ തറയിലിട്ട് ഇഴച്ചുകൊണ്ട് അവർക്ക് നേരെ പതുക്കെ നടക്കുന്നു. ഈ സൈന്യവും പതുക്കെ ഭീമനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ്റെ നടത്തയുടെ വേഗത കൂടിയപ്പോൾ ചെറുതായിട്ട് ഇവർക്ക് പേടിയാകുന്നു എന്നൊരു സംശയം. പെട്ടെന്ന് ആ ഗദ പൊക്കി തോളത്ത് വെച്ചുകൊണ്ട് അലറിക്കൊണ്ട് ഭീമൻ അവരെ ലക്ഷ്യമാക്കി ഓടിപ്പോയപ്പോൾ ഭയമെന്തെന്നവരറിഞ്ഞു. ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ വെച്ച് താമസിപ്പിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ കുരുക്ഷേത്രം ഉണ്ടല്ലോ, അതൊരു പ്ലേലിസ്റ്റാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്ന ആളുകൾ പോയി ബാക്കിയുള്ള എപ്പിസോഡും കൂടെ ആ ഒരു പ്ലേലിസ്റ്റിൽ കാണുക. അതുപോലെ അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണുക. കാരണം ഭീമൻ മാത്രമല്ല, കടോൽഗജനും മറ്റ് ചിലവരുടെയും പ്രകടനവും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ